നീ എന്താ രാവിലെ ഇവിടെ വന്ന് നിന്നോണ്ടിരിക്കുന്നേ? ചുമ്മാ ഈ വഴി പോയപ്പോ കേറിയതാടാ. അല്ല, അകത്ത് കാവേരി ഇല്ലേ? ഞാനിവിടെ വന്നപ്പോ തൊട്ട് നോക്കുക, ആളെ ഈ പരിസരത്ത് എങ്ങും കാണുന്നില്ലല്ലോ. എവിടെ പോയി? ഓ, കാവേരി രാവിലെ ആ ജനനീന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ട്. നീ വാ, അകത്തേക്ക് ഇരിക്കാം. ആഹാ, എന്ത് നല്ല അണ്ണൻ. ലോകത്ത് ഒരു അനിയത്തിക്ക് ഇങ്ങനെ ഒരു അണ്ണനെ കിട്ടൂല. ഡേ ലൂസ്, അവ വയസ്സൊക്കെ വന്ന പൊണ്ണ്. അവൾ இந்த மாதிரி சுத்த വിടുറിയേ. അതും രാവിലെ ടൈം നോക്ക് 10 മണി പോലും ആയില്ല, അപ്പോഴേക്കും അവള് കറങ്ങാൻ ഇറങ്ങിയോ? നീ അതിനെ സമ്മതിക്കുകയും ചെയ്തു. നിനക്കറിയാലോ ആ ജനനിയുടെ ഏട്ടൻ അവളുടെ പിന്നാലെയാണെന്ന്. ഷെടാ, നീ എന്നോട് ഇങ്ങനെ ചാടിക്കടിക്കാതെ. ഞാൻ അവളോട് അവളും പറഞ്ഞതാ പോണ്ടാന്ന്. പിന്നെ പെണ്ണല്ലേ, പോയി പഠിക്കട്ടേടാ. സപ്പോസ് ഒരു ദിവസം ഞാൻ ഇല്ലാണ്ടായ അവൾ അങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെയാ നിൽക്കുന്നേ? അവള് പുറത്തൊക്കെ പോയി എല്ലാരെയും കണ്ടൊക്കെ ഒന്ന് പഠിക്കട്ടെ. ദേ സെൽവ, രാവിലെ ഒരുമാതിരി മറ്റേടത്ത വർത്താനം പറഞ്ഞ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നീ അവിടെ പോവാനാ? നിനക്കെന്താ എന്ത് പറഞ്ഞാൽ ഈ ചാവുന്ന വർത്താനം? ആ പെണ്ണ് ഒറ്റയ്ക്കാവൂടാ. പിന്നെ നിനക്കറിയാലോ, കാവേരി നീ ഇല്ലാതെ നിൽക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ വർത്താനമൊക്കെ ഇന്നത്തോടെ നിർത്തിക്കോ നീ. ചൂടാവല്ലേ മാഷേ, ഞാൻ ചുമ്മാ പറഞ്ഞതാടോ. നീ ഒരുപാടങ്ങ് ചുമ്മാ പറയണ്ട. എന്നാ ശരി, ഞാനങ്ങ് ചെല്ലട്ടെ കേട്ടോ. വൈകുന്നേരം കാണാം. காவேரி அக்கா, செல்வானம் வீட்டுக்கு கிளம்பிட்டாரு. ഏയ്, എങ്കടി പോരെ കാവേരി? അല്ലേലും ഏട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ. അതിന് ഞാൻ നിന്റെ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോടി കുശുംബി ഏട്ടത്തി. കുശുംബി നിന്റെ കേരളത്തിൽ കിടക്കുന്ന കുഞ്ഞമ്മയാടി. എന്നെ വിളിക്കണ്ട നീ അങ്ങനെ. ഹൈഷ്, നിങ്ങളിങ്ങനെ ചൂടാവാതെ പെണ്ണുപിള്ള, ഞാനൊരു സത്യമല്ലേ പറഞ്ഞത്? കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞിരിക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. എടി, നീ കണ്ണേട്ടനോടൊന്ന് സംസാരിക്കടേ. എടി, അപ്പ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അടുത്ത ആഴ്ച ഏതോ ഒരുത്ത പെണ്ണ് കാണാൻ വരുന്നുണ്ട്. സത്യം പറയാലോ, എനിക്കിതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. നിനക്കറിയാലോ, എനിക്ക് കണ്ണേട്ടെന്ന് വെച്ചാൽ ജീവനാ. പ്ലീസ് ഡി കാവേരി, ഒന്ന് സംസാരിക്ക ഏട്ടനോട്. ഏയ്, നീ ഇങ്ങനെ വിഷമിക്കാതെ. ഞാൻ പറയാഞ്ഞിട്ടാണോ? ഏട്ടനോട് ഞാൻ അത്രയും സംസാരിച്ചതാ. ഇനിയിപ്പോ നീ വാ, ഇന്നത്തോടെ ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാം. എടി, അങ്ങനെയൊന്നും പറയില്ലടി. നീ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് ഈ കാര്യം ഇന്നത്തോടെ തീരുന്നാ തോന്നണേ. ദേ ജനനി, നിനക്ക് എന്റെ ഏട്ടനെ കെട്ടണോ? മിണ്ടാതെ എന്റെ പിന്നാലെ വന്നോ. എല്ലാം ഞാൻ ഇന്നത്തോടെ ശരിയാക്കി തരാം. അല്ലേ, നീ അടുത്ത ആഴ്ച പെണ്ണ് കാണാൻ വരുന്നവനെ സുഖമായിട്ട് കെട്ടി ജീവിച്ചോ. അന്നേ, ഞാൻ വന്നിട്ടേ. എങ്ക ഇരിക്ക? കഴിഞ്ഞോ നിന്റെ ഊരുതണ്ടല്? ഞാൻ വിചാരിച്ചു കറങ്ങി കറങ്ങി അങ്ങനെ അങ്ങ് പോയിന്ന്. അല്ല കാവേരി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുതെന്ന്. പോവാൻ പറ അവളോട്. വെറുതെ ഇനി അവളുടെ അപ്പൻ ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കും. ഇതാ നിങ്ങളുടെ പ്രശ്നം. ഇവളെ കാണുമ്പോഴേക്കും അങ്ങ് ഓടി ഒളിക്കും. പിന്നെ എങ്ങനെയാ നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നേ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ അകത്തേക്ക് ചെല്ലും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ ഇഷ്ടം പോലെ ടൈമുണ്ട്. സംസാരിച്ച് എന്താന്ന് വെച്ചാൽ വേഗം സെറ്റാക്കിക്കോണം. പിന്നെ ഏട്ടാ, എനിക്ക് ഏട്ടത്തിയായിട്ട് ഇവളെ മതി. അല്ലാതെ വേറെ ഒരുത്തിനെ ഞാൻ ഏട്ടത്തിയായിട്ട് സ്വീകരിക്കുന്നതല്ല എന്നൊക്കെ ഞാൻ അകത്ത് കാണും. കണ്ണേട്ടാ, ഞാനീ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കണ്ണേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാ എന്നെ എത്ര ആട്ടിപ്പായിച്ചാലും ഞാൻ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നേ. ചെറുപ്പം തൊട്ട് തുടങ്ങിയ ഇഷ്ടമാണ് കണ്ണേട്ടാ. ഞാൻ എത്ര വട്ടായി നിങ്ങളോട് പറയുന്നു, എത്രയായി നിങ്ങളെ പുറകെ നടക്കുന്നു. എനിക്കറിയാം കണ്ണേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന്. പിന്നെ എന്താ സമ്മതിച്ചാൽ? സിനിമയല്ല ജീവിതം ജനനി. സിനിമയെ കാണുന്ന പോലെ എളുപ്പമല്ല ജീവിതം. അത് നീ മനസ്സിലാക്കണം. നീ പറഞ്ഞതൊക്കെ ശരിയാ. നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ നിന്റെ അപ്പനെ എതിർത്ത് കല്യാണം കഴിച്ച്
നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഫ്യൂച്ചർ കോൺസിക്വൻസസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നീ വിചാരിക്കും എനിക്ക് പേടിയാണെന്ന്. ശരിയാ, എനിക്ക് പേടിയാ. പക്ഷെ എൻ്റെ കാര്യത്തിലല്ല, എനിക്ക് എൻ്റെ കാവേരിയുടെ കാര്യത്തിലാ പേടി. നമ്മൾ കാരണം, അല്ല വേണ്ട, ഞാൻ കാരണം അവളുടെ ലൈഫ് ഇല്ലാതാവൂ എന്നുള്ള പേടിയാ എനിക്ക്. അവളെ സന്തോഷത്തോടെ ജീവിച്ച അത് മാത്രം മതി എനിക്ക്. അപ്പനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് അവളെ എൻ്റെ കയ്യിൽ വെച്ച് തന്നപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചതാ. എന്തിൻ്റെ മുകളിലും ആദ്യത്തെ പ്രയോറിറ്റി അതെൻ്റെ കാവേരിക്കായിരിക്കും. എനിക്ക് അവൾ കഴിഞ്ഞ് മതി എന്തും. അതുവരെ ഞാൻ ഒരു കല്യാണം ആഗ്രഹിക്കുന്നില്ല. അത് നീ മനസ്സിലാക്കണം ജനനി. പിന്നെ നീ ഇപ്പം വന്നത് എന്തിനാന്ന് എനിക്കറിയാം. നെക്സ്റ്റ് വീക്ക് നിന്നെ ആരോ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയാ നീ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ വരുന്നത് എൻ്റെ ഫ്രണ്ടാ, രാമു. നല്ലൊരാളാ, നിനക്ക് നന്നായിട്ട് ചേരും. നിന്നെ അവൻ പൊന്നുപോലെ നോക്കും. നീ അവൻ്റെ കൂടെ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. എനിക്ക് വേണ്ടി കാത്തുനിന്ന് നിന്റെ ലൈഫ് നീ വെറുതെ കളയരുത്. നീ ഇനി എത്ര പിന്നാലെ വന്നാലും എനിക്കിതേ പറയാനുള്ളൂ ജനനി. നീ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പ നിങ്ങളുടെ മോളാള് കൊള്ളാലോ. രാവിലെ അമ്പലത്തിൽ പോവാന്നും പറഞ്ഞ് ചാടിയിട്ട് അവൾ ആരുടെ കൂടെയാ നിൽക്കുന്നതെന്നൊന്ന് നോക്കിയേ. ഈ എരണം കെട്ടവൾ ഇവനോട് സംസാരിക്കാനാണോ രാവിലെ വീട്ടിൽ നിന്ന് ചാടിയത്? ഇത് നല്ല കൂത്ത്. അടുത്ത ആഴ്ച പെണ്ണ് കാണാൻ വരുന്ന പെണ്ണാ. പോയി നിന്ന് കൊഞ്ചിക്കൊഴയുന്ന കണ്ടില്ലേ? നീ ഇങ്ങ് വന്നേ. ഡി ജനനി, നീ ഇത് അങ്ങോട്ട് അമ്മേനെ കെട്ടിക്കാനാടി ഈ തെണ്ടീൻ്റെ അടുത്ത് വന്ന് വേണ്ടിക്കൊണ്ടിരിക്കുന്നേ. ഇങ്ങോട്ട് നടക്കടി. ഇതിനാണോ നീ വീട്ടിൽ നിന്ന് ചാടിയത് രാവിലെ? പിടിച്ചു വെച്ച് കൊണ്ടാടെ അവളെ. നീ എന്താടി വിചാരിച്ചത്? ഊരും പേരും അറിയാത്ത ഈ തെണ്ടീൻ്റെ കൂടെ നിന്നെ വിടുന്നോ? ഇവളെ ഇനി പുറത്തു വിടുന്ന കാര്യമില്ല മോനെ. ജിതിനെ, ഇവളെ കൊണ്ടുപോയി വീട്ടിലേക്ക് അങ്ങ് പൂട്ടിയിട്ടേക്ക്. ഇനി ഇവള് കുറച്ച് ദിവസത്തേക്ക് പുറം ലോകം കാണണ്ട. പിന്നെ നീ പൊന്നു മോനെ സെൽവ, ആവശ്യമില്ലാതെ എൻ്റെ പെണ്ണിൻ്റെ ജീവിതത്തിൽ അങ്ങാറും കളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഞാൻ ആരാണെന്ന് അറിയും. കേട്ടല്ലോ? അപ്പ കണ്ണേട്ടനൊന്നും ചെയ്തിട്ടില്ല. ഞാനാ ഇങ്ങോട്ട് വന്നേ. കണ്ണേട്ടൻ ഇതിൽ യാതൊരു ബന്ധവുമില്ല. നിർത്തടി. ആരുടെ നിന്റെ കണ്ണേട്ടൻ? അവളുടെ ഒരു കണ്ണേട്ടൻ. നടക്കടി ഇങ്ങോട്ട്. ഹലോ, അവളെ എങ്ങോട്ടാ വലിച്ചുകൊണ്ട് പോകുന്നേ? ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവാൻ അവൾ ബൊമ്മയല്ല, മൈനറും അല്ല. അവളൊരു മേജറാ. അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രായവും റൈറ്റ്സും അവക്കുണ്ട്. ഇങ്ങനെ വലിച്ചുകൊണ്ട് പോക്കൊന്നും ഇവിടെ നടക്കത്തില്ല. കൈയെടുക്കടാ. ഇതൊക്കെ പറയാൻ നീ ആരടി? വക്കീലോ? എൻ്റെ പെങ്ങളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ നിയമമൊന്നും എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ നിന്നെ ഞാൻ എടുത്തോളാടി. നിന്നെ എൻ്റെ കൈ കിട്ടും മോളെ. അന്ന് ഈ പറഞ്ഞതിനും അന്ന് എല്ലാവരുടെ മുമ്പിലിട്ട് എന്നെ തല്ലിയതിനുള്ള കണക്ക് ഞാൻ തീർത്തോളാം. ഈ സെൽവ എത്ര കാലം നിന്റെ കൂടെ കാണുമെന്ന് എനിക്കൊന്ന് അറിയണം. കൂടുതൽ കിടന്ന് കുരയ്ക്കാതെ വീട്ടുമുറ്റത്ത് നിന്ന് ഇറങ്ങിപ്പോടാ നോയെ. എൻ്റെ പെങ്ങടെ ദേഹത്തെങ്ങാണ് നിന്റെ പുഴുത്ത കൈവെട്ട. ആ കൈനെ വെട്ടിമാറ്റും. കാണാടാ ആരുടെ കൈയാ വെട്ടിമാറ്റുന്നേലും ആരാ ജയിക്കുന്നേലും. നീയേ ഒരു പടിക്കൊന്ന് അടങ്ങ് മോനെ സെൽവ. ഇനി ഞാൻ അറിയാതെ ഈ വീട്ടുപടിക്കലിന്റെ പുറത്തേക്ക് നീ ഇറങ്ങിയ മോളെ ജനനി, സ്വന്തം മോളാന്നൊന്നും ഞാൻ നോക്കൂല. നിന്റെ അമ്മേനെ കെട്ടി തൂക്കിയതുപോലെ ഇവിടെ ഏതേലും അറ്റത്ത് കെട്ടി തൂക്കുന്നിന്നെയാ. കേട്ടടി? നിന്നെ ഇത്രയും കാലം വളർത്തി പഠിപ്പിച്ചത് കണ്ട തെണ്ടിക്ക് കെട്ടിച്ചു കൊടുക്കാനല്ല. കേറി പോടി അകത്ത്. ആ പിന്നെ മോളെ കാവേരി, നിനക്കുള്ള ലഡു വന്നിട്ടുണ്ട് കേട്ടോ. നിന്റെ ആള് പുതിയ കവർ സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഓഡിയോ ആക്കി കൺവേർട്ട് ചെയ്ത് വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. കേട്ടോ, നല്ല രസമുണ്ട്. കുറച്ച് നേരത്തേക്ക് കേട്ട് കേട്ട് ഞാൻ തന്നെ ഏതോ ലോകത്തെത്തിപ്പോയി. എന്ത് വോയിസ് ആടി അങ്ങേരുടെ. അല്ല, നീ അങ്ങേരെ കാണണമെന്നൊന്നും നിനക്ക് ആഗ്രഹമൊന്നുമില്ലേ? ഇങ്ങനെ സൗണ്ട് മാത്രം കേട്ടോണ്ടിരുന്നാൽ മതിയോ? ഏയ് വേണ്ട മോളെ. എങ്ങാനും ഇനി ഫോട്ടോ കൂടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളെ കയറി പ്രേമിക്കും, ഉറപ്പാ.
വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത വയ്യാവേലിയെടുത്ത് തലവെക്കുന്നേ? ഞാൻ അയാളുടെ സൗണ്ടിനെ പ്രണയിച്ചോളാം, അതെന്നെ ധാരാളം. എന്നാലേ കള്ളക്കാമുകി അങ്ങ് അവിടെ ഇരുന്ന് പ്രണയിച്ചോ. ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്, നാളെ വിളിക്കാം. சின்னஞ்சிறு சின்னஞ்சிறு ரகசியமே, சின்னஞ்சிறு சின்னஞ்சிறு ரகசியமே, சின்னஞ்சிறு சின்னஞ்சிறு அதிசயமே, சின்னஞ்சிறு விரல் கொடு, சின்னஞ்சிறு சின்னஞ்சிறு இடம் கொடு, சின்னஞ்சிறு ஆசைக்கு போய் சொல்ல தெரியாதே. கார்காலம் மழைக்கும் போது ஒளிந்து கொள்ள நீ வேண்டும், தாவணி குடை பிடிப்பாயா? அன்பே நான் உறங்க வேண்டும், அழகான இடம் வேண்டும், கண்களில் இடம் கொடுப்பாயா? நீ என் அருகில் வந்து நெளிய, நான் உன் மனதில் சென்று ஒழிய, நீ உன் மனதில் என் உருவம் கண்டுபிடிப்பாயா? ഇതാരാ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്? അത് ഒറ്റയ്ക്ക്. ആരാ അവിടെ? ജനനി, നീ എന്താണ് ഇവിടെ ചെയ്യുന്നേ? അത് കണ്ണേട്ടാ, ഞാൻ വെറുതെ വന്നിരുന്നതാ, ചുമ്മാ കാണാൻ വേണ്ടി. ദേ പെണ്ണെ, മനുഷ്യന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞോണ്ടല്ലോ ഒറ്റ അടി വെച്ചിരുന്നു ഞാൻ. പിന്നെ ഭ്രാന്തല്ലേ ഇവിടെ വന്നിരുന്ന ട്രെയിന് കാണാൻ? നീ എന്താ ട്രെയിൻ കണ്ടിട്ടില്ലേ? എന്തിനാ ഇവിടെ വന്നിരുന്നേന്ന് പറ. നീ കരയുവാണല്ലോ, എന്താ പ്രശ്നം? എനിക്കെന്തായാ നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിയുടെ ലൈഫല്ലേ വലുത്, എന്നെ ആർക്കും വേണ്ടല്ലോ. ഞാൻ ചത്താലും ജീവിച്ചാലും ഇവിടെ ആരറിയാനാ? നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ഞാൻ എന്തിനാ ഇവിടെ വന്നേന്നല്ലേ? ചാവാൻ വേണ്ടി വന്നതാ. എന്താ? ഇനി നീ ഒരു അക്ഷരം മിണ്ടിയ ഇനിയും കിട്ടും നിനക്ക് എന്റെ കയ്യിൽ നിന്ന്. ചാവ മാത്രം ഇപ്പൊ ഇവിടെ എന്താടി ഉണ്ടായത്? കണ്ണേട്ടന് കൂടി ഇനി തല്ലാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഈ അടിയൊന്നും ഏക്കില്ല കണ്ണേട്ട, എല്ലാം ശീലിച്ചു. ശരിയാ, ഞാൻ ചാവാൻ തന്നെ വന്നതാ. കണ്ണേട്ടനും എന്നെ വേണ്ട, വീട്ടിലും ആർക്കും വേണ്ട. ഏതോ ഒരുത്തൻ എന്നെ കെട്ടിച്ചു കൊടുക്കാൻ പോവാ. എനിക്ക് പറ്റത്തില്ല ആരാന്ന് പോലും അറിയാത്ത ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ. അതിനേക്കാളും വേദം ചാവുന്നതാ. അതിനു വേണ്ടി വന്നതാ. ഞാൻ അപ്പനോട് പറഞ്ഞതല്ലേ അവൾ അവന്റെ കൂടെ തന്നെ കാണുമെന്ന്. ദേ നിൽക്കുന്നു രണ്ടെണ്ണോ. എത്രയൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും ഈ തെണ്ടീൻ്റെ അടുത്തേക്ക് അവൾ ഓടി വരുന്നത് അവൻ ജീവിച്ചിരിക്കുന്നോണ്ടല്ലേ. മോനജിതിനെ ഇന്നത്തോടെ തീരണം സെൽവ എന്ന അധ്യായം. ഇനി ജനനിയുടെ ജീവിതത്തിലേക്ക് സെൽവ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നോക്കിക്കോ, സെൽവ എന്ന ചാപ്റ്റർ ഇന്നത്തോടെ നമ്മൾ ക്ലോസ് ആക്കും. അതാവുമ്പോ എനിക്കും കാര്യങ്ങളൊക്കെ കുറച്ചങ്ങ് എളുപ്പമാവും. അപ്പൊ വാ. ഡി ഒരുമ്പൊട്ടവളെ, നീ എന്താടി ഇവന്റെ കൂടെ? ഇങ്ങോട്ട് വാടി. മോനെ ജിതിനെ, ഇനി സെൽവ ഉണ്ടാവാൻ പാടില്ല. തീർക്കടാ അവനെ. ദേവേട്ടാ, എന്താ പറ്റിയേ? കണ്ണേട്ടൻ എന്തേ?
നീ എന്താ ഈ നേരത്തെ ഇവിടെ? എന്താ ഇനി അകത്ത് കിടക്കുന്ന ആ പാവത്തിനും കൂടി കൊലയ്ക്ക് കൊടുക്കണോ നിനക്ക്? ദേവേട്ട, ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല. അപ്പ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കണ്ണേട്ടൻ മിണ്ടി പോരുത് നീ. നിന്നോട് അവൻ എത്ര തവണ പറഞ്ഞതാടി അവന്റെ പിന്നാലെ നടക്കുന്നത് നിർത്താൻ. എന്നിട്ടിപ്പോ അവനെ കൊണ്ട് കൊന്നുകളഞ്ഞപ്പോ നിനക്ക് സമാധാനമായല്ലോ. ആ അകത്ത് കിടക്കുന്ന പെണ്ണിനോട് ഞാൻ എന്താടി പറയണ്ടേ? അവളെ എന്ത് പറഞ്ഞാ ഞാൻ സമാധാനിപ്പിക്കണ്ടേ? അവക്കിനി ആരാ ഉള്ളേ? നീ ഓർത്ത് വെച്ച ഓരോരുത്തരും കെട്ടി അങ്ങ് ജീവിക്കും. അപ്പൊ അവളോ? ദേവേട്ട, മതി, നിർത്ത്. ജനനി, നീ അകത്തേക്ക് വാ. നീ എന്താ ഇവിടെ? കാവേരി, എടി എന്നോട് ക്ഷമിക്കടി. ഞാൻ അവിടെ പോയത് എൻ്റെ ജീവൻ എടുക്കാനാ. പക്ഷെ കണ്ണേട്ടൻ അവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ എന്നോട് ക്ഷമിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വന്നത് നീ ഇവിടുന്ന് പൊക്കോ കാവേരി. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. പൊക്കോ, ഇവിടുന്ന് ദൂരേക്ക് എങ്ങോട്ടെങ്കിലും പൊക്കോ. ഏട്ടൻ നിന്നെ വെറുതെ വിടില്ല. അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ നിനക്ക് വേണ്ടി വരും എന്തായാലും. നീ പൊക്കോ കാവേരി, രക്ഷപ്പെട്ടോ എവിടെയെങ്കിലും. നീ പറഞ്ഞതാ ശരി. കാവേരി ഇവിടുന്ന് പോകണം. എന്നാലും നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടുള്ളൂ. അവനല്ലെങ്കിൽ ഒന്ന് നശിപ്പിച്ചു കളയും. സെൽവ എപ്പോഴും ആഗ്രഹിച്ചത് നിനക്ക് നല്ലൊരു ജീവിതം. അത് കിട്ടണമെങ്കിൽ നീ എന്തായാലും ഇവിടുന്ന് പോകണം. എനിക്ക് നിന്നെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നീ പേടിക്കേണ്ട കാവേരി, അവരെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ സെൽവേനെ കൊന്നവന്മാരെ ഞാൻ ജീവിക്കാൻ ഇനി സമ്മതിക്കില്ല. അതിന് ഏതറ്റം വരെയും ഞാൻ പോവും. പക്ഷെ അതിൻ്റെ ഇടയിൽ പെട്ട് നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല. നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. എണീക്ക് മോളെ, ഒരു 2-3 ഡ്രസ്സ് എടുക്ക്. എണീക്ക്, കിട്ടുന്ന വണ്ടിക്ക് എങ്ങോട്ടെങ്കിലും ചെല്ല്. എവിടെ പോവാനാ ഞാൻ? എൻ്റെ കണ്ണേട്ടൻ ഇവിടെയല്ലേ ഉള്ളേ? ഞാനിവിടുന്ന് എങ്ങോട്ടും പോവില്ല. അവനെ വിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. വേണ്ട ദേവേട്ട, ഞാനിവിടെ നിന്നോളാം. മോളെ പറയുന്നത് കേക്ക്. അവൻ എന്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകിയത് നിന്റെ സന്തോഷത്തിനും നിന്റെ ജീവിതത്തിനും വേണ്ടിയാണ്. അതിനാ സ്വന്തം കാര്യം പോലും മാറ്റിവെച്ച് അത്രയും ഇഷ്ടമായിട്ട് പോലും ഇവളെ പോലും അവൻ വേണ്ടാന്ന് പറഞ്ഞത്. നീ ഇവിടെ കിടന്ന് നരയിക്കുന്ന കണ്ട അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും നിനക്ക് തോന്നുന്നുണ്ടോ? ശരിയാ, അവൻ ഇവിടെ ആയിരിക്കും. പക്ഷെ അവൻ നിന്നെ വിട്ട് പോയിട്ടില്ല. നിന്റെ കൂടെ, നിന്റെ നിഴലായി എന്നും അവനുണ്ടാവും. നീ പഠിക്കണം, ഇനിയും പഠിക്കണം, വലിയ ആളാവണം. അതവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് നീ നടത്തി കൊടുത്തേ പറ്റൂ മോളെ. അതിന് നീ ഇവിടെ നിന്നാ പറ്റില്ല. നീ പോണം. നീ ന്യായമൊന്നും പറയാതെ എഴുന്നേക്ക്. നീ പേടിക്കണ്ട. വൃന്ദേര വീട് അവിടെ തന്നെയാണെന്നല്ലേ പറഞ്ഞേ. അവരെന്തായാലും നിന്നെ ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. നീ ധൈര്യമായിട്ട് ചെല്ല്. താങ്ക്സ് ദേവേട്ട, ഇത്രയും ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ തിരിച്ചു വരും. ബൈ. ഇതിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ടേന്ന് അവളെ വിളിച്ച് ചോദിക്കേണ്ടി വരുമല്ലോ. എനിക്കാണോ ഒന്നും അറിയത്തുമില്ല. എൻ്റെ ബാഗ്, എടോ എൻ്റെ ബാഗ് തരാൻ. ദോ, എൻ്റെ ദേവി, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാനിനി ആരുടെ അടുത്താ പോണ്ടേ? ഫോൺ പോലും ആ ബാഗിനകത്താണല്ലോ. ദൈവമേ, ആരും ഇല്ലല്ലോ ഇവിടെ. ഡാ അജ്മലെ, റോഷ, അങ്ങോട്ട് നോക്കടാ. ദേ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ഒരു കൊച്ചു കരഞ്ഞോണ്ട് നിൽക്കുന്നു. വന്നേ, ഒന്ന് പോയി നോക്കാലോ. ആള് കൊള്ളാലോടാ, നല്ല സുന്ദരി കൊച്ച്. വാടാ പോയി നോക്കാം. നമ്മുടെ എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വന്നാലോ.
ഞാൻ വേണേ ചെയ്തു കൊടുക്കാലോ, വാ. എൻ്റെ പൊന്നു റോഷ, ഞാനില്ല. ഇവിടത്തെ പെമ്പിള്ളേരുടെ കയ്യിൽ നിന്ന് കിട്ടിയതുപോലെ ഇനി പുറത്തൊന്നും കൂടി മേടിച്ചു തരാനാണെങ്കിൽ ഞാനില്ല മോനെ. എനിക്ക് വയ്യ പെമ്പിള്ളേരുടെ അടിവാങ്ങി എന്നുള്ള പേര് കേൾക്കാൻ. ഒന്നാമത് നമ്മുടെ ഗ്രൂപ്പിന് ഓൾറെഡി അതുണ്ട്. ഇനിയിപ്പോൾ പുറത്തൊന്നും കൂടി തല്ലി വാങ്ങി നീ അത് കൂട്ടണ്ട. മിണ്ടാതെ അവിടെ ഞാൻ അടങ്ങി നില്ല്. ആ കൊച്ചിനെ ആരെങ്കിലും കൂട്ടാൻ വരുമോ, അല്ലെ ആ കൊച്ചു എങ്ങോട്ടേലൊക്കെ പൊക്കോട്ടെ. അത് ശരിയാ, ആ കൊച്ചിനെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ ഞാനും വരാം. അല്ലാതെ വെറുതെ ആ കൊച്ചിനെ കയറി ചൊറിയാനാണെങ്കിൽ ഞാനില്ല. അതതിൻ്റെ പാട്ടിന് പൊക്കോട്ടെ. കണ്ടാൽ തന്നെ അറിയാം പാവമാണെന്ന്. പിന്നെ ഇവിടുത്തെ കാര്യം അല്ലാന്നാ തോന്നണേ. ഓ, നിങ്ങൾ രണ്ടുപേരും നന്മമരമായത് നമ്മൾ അറിഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ച ആരെയാടാ റോഷ സ്കൂട്ടറിൽ ഒരു പെണ്ണിന്റെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് ബാപ്പ പിടിച്ചത്? അജ്മലെ, നിന്നെയല്ലേടാ? നീ വലിയ ഷോ ഇളക്കാതെ മര്യാദയ്ക്ക് നടന്നോ. ഹേയ്, ഹലോ. എടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താനെന്താ ഒറ്റയ്ക്ക് നിന്ന് കരയുന്നേ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അതെൻ്റെ ബാഗ് ഒരുത്തം കൊണ്ടുപോയി. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അവൻ അങ്ങോട്ടാ ഓടിയ. ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? ആണോ? എന്നാ താൻ വാടോ, നമുക്ക് അങ്ങനെ പോയി നോക്കിയിട്ട് വരാം. വാ, താൻ പേടിക്കണ്ട, ഞങ്ങൾ കൂടെ ഇല്ലേ. വാടോ. അത് ഞാൻ വരില്ല. ഹാ, ഇത് നല്ല കഥ. നിന്റെ ബാഗല്ലേ കാണാതായ, അപ്പൊ പിന്നെ നീയല്ലാതെ വേറെ ആര് വരാനാ? വായോ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാന്നേ. നീ ഏട്ടന്മാരെ എങ്ങനെ പേടിക്കാതെടി കൊച്ചെ. ഇവന്മാരെന്ത് ഇവിടെ? അതും കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. എന്തോ പന്തിയല്ല, കാറ് നിർത്തിയേക്കാം. എടോ, ഇങ്ങോട്ട് കയറ്. എവിടെയാന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കാം. ഹാ, ഇനി പറ, താൻ ആരാ? തന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അവരായിട്ട് എന്താ പ്രശ്നം? ഓ, ഈ പൂതനയ്ക്ക് എന്താ ഇവിടെ കാര്യം? അവളുടെ ഒട്ടുക്കത്തൊരു ടൈമിങ്. പെണ്ണിനൊന്ന് കയ്യിൽ കിട്ടിയതായിരുന്നു, അപ്പോഴവള് കയറി വന്നത്. അല്ലെങ്കിൽ ഇവള് പണ്ടേ ഇങ്ങനെയാ. ഇവൾ എവിടെ കയറി വരുന്നോ അന്ന് നമുക്ക് പണി ഉറപ്പാ. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? നിനക്ക് അവളെ നേരത്തെ പരിചയമുണ്ടോ? അല്ല, പരിചയമുള്ളതുപോലെ പൂതന എപ്പോൾ വന്നാലും പണി വരും അങ്ങനെയൊക്കെ പറയുന്നേ. ആരാ അത്? ഓ, എനിക്കൊന്നും അല്ല പരിചയം. പക്ഷേ നമ്മുടെ ഈ നിൽക്കുന്ന റോഷൻ ഉണ്ടല്ലോ, ലൈഫിൽ ആരെ മറന്നാലും ആ പോയ ഡോക്ടർ മാളവികാനന്ദനെ മാത്രം മറക്കേയില്ല. അമ്മാതിരി അടിയല്ലേ കിട്ടിയത്, അല്ലേ മോനെ റോഷ? ആ, അപ്പൊ ഒരു ബാക്ക് സ്റ്റോറിക്ക് വകയുണ്ട്. പറഞ്ഞോ മോനെ റോഷ, എന്താ സംഭവം? ഓ, അതൊരു ഒന്നൊന്നര സംഭവമാടാ. ഒരു 4-5 വർഷം മുമ്പായിരുന്നു. അന്നിവള് മെഡിസിൻ ഫസ്റ്റ് ഇയർ ആയിരുന്നു. നമ്മുടെ സിറ്റി മെഡിക്കൽ കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കാണാൻ സുന്ദരി എന്ന് പറഞ്ഞാൽ അമ്മാതിരി സുന്ദരിയായിരുന്നു. നമ്മുടെ ഉത്സവം നടന്ന സമയത്ത് ഞാൻ അവളോട് ഒന്ന് സംസാരിക്കാൻ പോയി. അപ്പോൾ അവൾ ഒരുമാതിരി ജാടയിട്ടു. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ അവളുടെ കൈ കയറി ഒന്ന് പിടിച്ചു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി ഞാൻ പറയാം. എൻ്റെ പെങ്ങളെ തൊടുന്നോടാ എന്നും പറഞ്ഞൊരു അലർച്ചയും ഇവൻ്റെ നെഞ്ചത്തേക്കിട്ടൊരു ചവിട്ടും. ആഹാ, നമ്മുടെ റോഷനെ 5 സെക്കൻഡ് എയറിലായിരുന്നു. പിന്നെ ഇവൻ്റെ ദേഹത്ത് കൂടി ആ ഗ്രൗണ്ടിൽ പഞ്ചാരിമേളായിരുന്നു മക്കളെ, പഞ്ചാരിമേളം. 3 മാസം ഇവൻ കട്ടിൽ നിന്ന് എണീച്ചിട്ടില്ല. ഉഫ്, എൻ്റെ മോനെ, കേൾക്കുന്ന എനിക്കിത് രോമാഞ്ചം വരുന്നു. അപ്പൊ കണ്ടു നിന്ന നിന്റെ അവസ്ഥയോ? അല്ല, ആളാരാ? എനിക്കൊന്ന് കാണിച്ചു തരുമോ? അതെ, കണ്ടു നിന്ന ഇവനും ഇപ്പൊ കേട്ടു നിൽക്കുന്ന നിനക്കും ഇതൊക്കെ ഭയങ്കര സുഖമുള്ള കാര്യമായിരിക്കും. പക്ഷേ കിട്ടിയ എനിക്ക് വലിയ സുഖമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ അവൻ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് കാലിയാക്കി പോയി. എങ്ങോട്ടാന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ ഏതാണ്ട് വലിയ മ്യൂസിക് പ്രൊഡ്യൂസറോ എന്നൊക്കെ എനിക്കറിയാം. അല്ലാതെ അവൻ എവിടെയാണെന്നൊന്നും ചോദിക്കരുത്. പിന്നെ നാട്ടിലേക്ക് വന്നിട്ട് എന്നെ 4-5 കൊല്ലമായി. മ്യൂസിക് പ്രൊഡ്യൂസറോ? ആളുടെ പേരെന്താ ഒന്ന് പറഞ്ഞേ. പേര് മാനവ് നന്ദൻ. മനു എന്നാ എല്ലാവരും ഇവിടെ വിളിച്ചുകൊണ്ടിരുന്നേ.
എന്തടാ, നിനക്കറിയോ? മാനവ് നന്ദൻ, മ്യൂസിക് പ്രൊഡ്യൂസർ. ഞാൻ ഈ പേരെവിടെയോ... എടാ അജു, നമ്മുടെ ജെക്കെയും കാക്കയും ഒന്നും അല്ല. അവന്റെ പേര് മാനവ് നന്ദൻ എന്നാ. മനു എന്നാ എല്ലാരും വിളിക്കുക. അവന്റെ കയ്യിൽ നിന്ന് തല്ലെരുന്ന് വാങ്ങിയ എന്നോട് അവന്റെ പേര് അതല്ല എന്ന് മാത്രം പറയല്ലേ മോനെ. ഓ എടാ മാങ്ങാണ്ടി മോറ. JK എന്ന് പറയുന്നത് സ്റ്റേജ് നെയിം, മാനവ് നന്ദൻ എന്ന് പറയുന്നത് ഒറിജിനൽ നെയിം. അയാളെ കാണാൻ ഈ BTSലെ ജങ്കൂക്കിനെ പോലെ, അതുകൊണ്ടാ ഫാൻസ് എല്ലാരും കൂടി JK എന്ന് വിളിക്കുന്നത്. പിന്നെ അങ്ങേര് വലിയ മ്യൂസിക് പ്രൊഡ്യൂസർ മാത്രമല്ല, വലിയൊരു സിംഗറും കൂടിയാ. അയാൾ ഇറക്കിയ എത്ര പാട്ടാന്നറിയ ഈ ഇടയ്ക്ക് ട്രെൻഡിങ് ആയത്. നീയൊക്കെ ഏത് കലികാലത്തിലാടാ? ഒന്നുമില്ലേടി, പോട്ടെ. നീ അത് വിട്, നമുക്കെല്ലാം സെറ്റാക്കാം. ഞാനില്ലേ നിന്റെ കൂടെ? നീ എന്നാത്തിന് ഇങ്ങനെ കിടന്ന് കരുന്നേ? കണ്ണോടിച്ചേ. ആ, ഇനി നീ എങ്ങോട്ടാ? നിന്റെ അഡ്രസ്സ് പറ, ഞാൻ കൊണ്ടാക്കാം നിന്നെ. ബൈ ദ വേ, നിന്റെ പേര് കാവേരി. നല്ല ഭംഗിയുണ്ട് കേട്ടോ, യുണീക്കാ. ആക്ച്വലി എനിക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. അഡ്രസ്സും ഫോണൊക്കെ ഉണ്ടായിരുന്ന ബാഗ് ആ കള്ളം കൊണ്ടുപോയത്. അതിനകത്ത് ആ ക്യാഷും ഉണ്ടായിരുന്നത് എല്ലാം പോയി. നീ എന്നെ ഇവിടെ അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിലാക്കിയാൽ മതി. ഞാൻ അവിടെ നിന്ന് എങ്ങോട്ടേലും പൊക്കോളാം. ആ, ബെസ്റ്റാ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. അത് നിന്നെപ്പോലൊരു പെൺകുട്ടി ഒറ്റയ്ക്ക്. നാളെ രാവിലെ നിന്റെ പൊടി പോലും കാണത്തില്ല. ഒരു കാര്യം ചെയ്, തൽക്കാലം നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക. ബാക്കിയെല്ലാം നമുക്ക് അപ്പം നോക്കാം. അത് പിന്നെ ചേച്ചി, ഞാനെങ്ങനെയാ ഒരു പരിചയമില്ലാതെ വീട്ടിലേക്ക്? അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അടി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. നീ മര്യാദയ്ക്കൊന്ന് വണ്ടിയിൽ കയറിക്കേ, ഇല്ല കാരണത്തുള്ള സിറിഞ്ച് എടുത്ത് കുത്തിക്കേറ്റി ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. അല്ല, അപ്പോൾ വീട്ടിലെന്ത് പറയും? എല്ലാവരും ചോദിക്കൂലേ? ആ, വീട്ടിൽ ചോദിക്കുകയാണെങ്കിൽ നീ എൻ്റെ കെട്ടിയോളാൻ പറയാം. എന്താ, അതുപോലെ? നീ ഒന്ന് വണ്ടിയിൽ കയറാൻ നോക്ക് വേണേ, സമയം ലേറ്റായി. ബാ. ഹോ, എന്ത് വലിയ വീടാ, എന്ത് ഭംഗിയാ ഇത് കാണാൻ. ചേച്ചി റിച്ച് ആണല്ലേ? എങ്ങനെ റിച്ച് ആവാതിരിക്കും? അച്ഛനൊരു റിട്ടയർഡ് പ്രൊഫസർ, അമ്മയാണെങ്കിൽ ഹോം ബേക്കർ, ഏട്ടനോ വലിയൊരു പാട്ടുകാരൻ, ഞാനോ ഒരു ഡോക്ടർ. പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ല. ഇതല്ല, ഇതിലും വലിയൊരു മാൻഷൻ ടൗണിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം നിന്നെ കൊണ്ടുപോയി കാണിച്ചു തരാം. ഇതിലും വലിയ വീടോ? നിങ്ങൾ കുറച്ച് പേർക്ക് താമസിക്കാനോ? നിങ്ങൾക്ക് പ്രാന്താണോ ചേച്ചി? ആഡംബരമല്ല മോളെ. അച്ഛനമ്മയ്ക്ക് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു ടൗണിലൊരു വലിയ മാൻഷൻ വേണമെന്ന്. ഏട്ടൻ അങ്ങനെ അത് സാധിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. സത്യ, ഒരനിയത്തിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ചങ്കൂറ്റുള്ള ഒരു നല്ല ഏട്ടനെ കിട്ടുന്നതാ. നീ ആ ടോപ്പിക് കേട്ടെ, നമുക്ക് വീട്ടിൽ കയറാം, വാ. ഡി, നീ ഇപ്പോഴാണോ കയറി വരുന്നേ? 4:30 വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ 4 മണി തൊട്ട് ഇവിടെ എഴുന്നേറ്റ് കുത്തിയിരിക്കുക. എന്നിട്ട് ഇപ്പോഴാണ് അവള് വരുന്നേ. അല്ല മാളു, ഇതാരാ? ആദ്യം അമ്മ ഒന്ന് മാറി നിൽക്ക്, ഞങ്ങളൊന്ന് അകത്തോട്ട് കയറട്ടെ. അല്ല എടി, ഇത് ആരാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റ്. ഇത് ആരടി? ഞാൻ കെട്ടിക്കൊണ്ട് വന്നതാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭഗവതി, ചതിച്ചോ? നന്ദേട്ടാ! നീ അത് കാര്യാക്കണ്ട, വന്നിരിക്കേ. ഈ വീട്ടിലെല്ലാവർക്കും ഒരു പിരി ലൂസാ. അതെനിക്ക് ചേച്ചീനെ കണ്ടപ്പോഴേ തോന്നി ഒരു പിരി ലൂസാണെന്ന്. ഡീ, നീ എനിക്കിട്ട് കുത്തുവാണോ? നന്ദേട്ടാ, നന്ദേട്ടാ, എടോ മനുഷ്യ, എണീക്കടോ. ഇങ്ങേരിട്ട് ഒടുക്കത്തൊരുറക്കം. നന്ദേട്ടാ, എണീക്കേ. ഓ എന്താടി നിനക്ക്? ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ.
നന്ദേട്ടാ, ദേ നിങ്ങളുടെ സന്തതി ഒരുത്തിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നു. എണീക്ക് മനുഷ്യ. ഏ അവനെപ്പോഴാ ലാൻഡ് ആയതിന്? അവനെപ്പോ വന്നു? അല്ല കൊച്ചേതാ? മൂത്ത സന്താനം അല്ല, ഇളയത് ഒരുത്തിനെ വിളിച്ചോണ്ട് കേറി വന്നിട്ടുണ്ട്. കെട്ടിയോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇറങ്ങി വാ. ഏ കള്ളിയം കട്ട് നീലി, കാലത്തിനൊപ്പം എന്റെ മോളും പോയോ? മാറടി അങ്ങോട്ട്. ചതിച്ചല്ലോ ഭഗവതി. എടി ഒരുമിട്ടവളെ, നിനക്കിതിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഈ അച്ഛന്റെ മുഖം ഒരു വട്ടം ഒന്ന് ആലോചിച്ചുകൂടായിരുന്നോ? മൂത്തവനോ അങ്ങനെ പോയി, ഇളയവളുടെ അടുത്തെങ്കിലും എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. എല്ലാം നശിപ്പിച്ചല്ലോടി നീ. ആ ഏതായാലും നടക്കണ്ടൊക്കെ നടന്നു. ഗീതേ, നീ ഒരു നിലവിളക്കിങ്ങെടുക്ക്, നമുക്ക് ഇവരകത്തേക്ക് കയറ്റണ്ടേ. നിലവിളക്കോ? എന്തിന്? അയ്യോ മോളെ, നിലവിളക്കില്ലാതെ ഒന്നും നടക്കില്ല. കല്യാണം കഴിഞ്ഞ് വരുന്നവരെ അത് കൊടുത്തല്ലേ അകത്തേക്ക് സ്വീകരിക്കേണ്ടത്. അയ്യോ, നിലവിളക്ക് മാത്രമായിട്ട് എന്തിനാ? ഇത്തിരി കുന്തിരിക്കം കൂടി കത്തിച്ചെടുത്തോണ്ട് വാ. അപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? നീ അല്ലടി മാളു എന്നോട് പറഞ്ഞ് നീ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണായതെന്ന്. എന്റെ പൊന്നു തള്ളേ, ഞങ്ങളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. എനിക്കിതിനെ വഴിയിന്ന് കിട്ടിയതാ. എടി മാളു, വഴിന്ന് പെറുക്കിക്കൊണ്ട് വരാൻ ഇതെന്താ വല്ല കുപ്പിയും പാട്ടയാണോ? ഒരു പെൺകുട്ടിയാടി. ആരാ, എന്താ, എവിടുന്നാ ഒന്നും അറിയാതെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാണോ ചെയ്യുന്നേ? എന്റെ പൊന്നച്ഛ, എനിക്ക് കാവേരിയുടെ ഫുൾ സ്റ്റോറി അറിയാം. അത് കേട്ടിട്ട് ഞാൻ ഇവൾ ഇങ്ങോട്ട് വന്നതാ. ഇവിടെ വന്നിരിക്കെ ആദ്യം കേക്ക്, എന്നിട്ട് ബാക്കി പറ. എന്നാ ഒന്ന് വേഗം പറഞ്ഞു തൊലക്കി. അതായത് ഇവളുടെ പേര് കാവേരി. എന്റെ പൊന്നു മോളെ കാവേരി, ഒരു ദിവസം കൊണ്ട് എന്നൊരു ജീവിതം എങ്ങനെയൊക്കെയാണ് മാറി മറിഞ്ഞത്. എന്നിട്ടും നീ കരയാതെ എങ്ങനെയാ ഇത്ര നേരം പിടിച്ചു നിൽക്കുന്നത്? എന്റെ പൊന്നമ്മ ഒന്നും മിണ്ടാതിരിക്കെ. അവള് കരയാൻ തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല. ഞാൻ എങ്ങനെയൊക്കെയോ നിർത്തി കൊണ്ടുവന്നത് ഇവിടം വരെ. നീ ഒന്നും മിണ്ടാതിരിയടി. പെൺകുട്ടികളായ കരയും, അല്ലാതെ നിന്നെ പോലെ അല്ല. അവളൊരു പെങ്കൊച്ച. ഗീതേ, അപ്പൊ നമ്മുടേത് പെങ്കൊച്ചല്ലേ? ആര്? ഇവളാ പെങ്കൊച്ച? ഒന്ന് പോ മനുഷ്യ അങ്ങോട്ട്. പെണ്ണിന്റെ വേഷം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് തനി ആണാണ്. അതല്ലേ, റൂമിലേക്ക് വാ, ഞാൻ കാണിച്ചുതരാം ഞാൻ പെണ്ണാണ് ആണാണോന്ന്. അത് നീ നിന്റെ കെട്ടിയോനെ കൊണ്ടേ കാണിച്ചാ മതിയടി. ഒരു അമ്മയും മോളും സംസാരിക്കേണ്ട വർത്താനാണോ ഇതൊക്കെ? അതും സുന്ദരനും കോമളനും യുവത്വം നിറഞ്ഞിരിക്കുന്നതുമായ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ? ആരടോ സുന്ദരൻ? ഞാനാ ഈ വീട്ടിലെ ഏറ്റവും സുന്ദരി. യു നോ, ഐ എം വേൾഡ് വൈഡ് ഹാൻസം. ആര് പറഞ്ഞു ഞാനാ ഈ വീട്ടിലെ സുന്ദരി? ഐ എം ക്യൂട്ടി, സെക്സി, ലവ്ലി. ഈ ചേച്ചി പറഞ്ഞത് ശരിയാ. ഈ വീട്ടിലെല്ലാവർക്കും ഒരു പേര് ലൂസാന്നാ തോന്നണേ. ദൈവമേ, വന്ന് പെട്ടല്ലോ ഇവിടെ. ഓ എടി പ്രാന്തികളെ ഒന്ന് നിർത്ത്. ആദ്യം ആ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്ക്. ഇവളുടെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനിക്കാൻ? ഒന്നും തീരുമാനിക്കില്ല. ഇനി ഇവൾ എന്റെ അനിയത്തെ ഇവിടെ ജീവിക്കും. ഇവൾ ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കാം. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കണ്ട അവൾ 5 സെക്കൻഡ് കൊണ്ട് കൂറുമാറിയത് കണ്ട. എനിക്ക് അന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ സന്തതി തന്നെയാണോ എന്ന്. ഇപ്പൊ തെളിഞ്ഞ ഗീതേ, നമുക്ക് ഹോസ്പിറ്റലിന് കൊച്ചു മാറിപ്പോയടി. അയ്യോ, ഇത് ഹോസ്പിറ്റലിന് മാറിപ്പോയതല്ല. നിങ്ങളുടെ മൂത്ത സന്താനം എന്നിവളെ ഏറ്റെടുത്തോ അന്ന് തൊട്ട് ഇവളെ അവനെ പോലെ ആക്കി മാറ്റി. ഒരു തെരുവുതണ്ടിയാക്കി മാറ്റി അവൻ. ദേ തള്ളേ, തെരുവുതണ്ടി നിങ്ങളുടെ കെട്ടിയോൻ. മോളെ മാളു. സോറി അച്ഛൻ. ദേ തള്ളേ, തെരുവുതണ്ടി നിങ്ങളുടെ അച്ഛൻ. നിർത്തടി, എന്റെ അച്ഛനെ വിളിക്കുന്നു. ഒറ്റ അടി വെച്ചാന്നുണ്ടല്ലോ. അടുക്കളപ്പുറത്ത് നല്ല ചൂട് ചട്ടുവരപ്പുണ്ട്, എടുത്ത് ചന്തിക്ക് വെച്ചേരും ഞാൻ. അതെ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? അജോടാ, അതിന് മോളെന്തിനിങ്ങനെ ചോദിക്കണേ? വാന്നേ, ഇത് നിന്റെ വീടല്ലേ. ഇനി നിനക്കിനി 24 മണിക്കൂർ അടുക്കളക്കാറാം. വാ, ഞാൻ എടുത്തുതരാലോ വെള്ളം. ദേ കാവേരി, കൂടെ പോകുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിക്കണേ. തള്ള ചിലപ്പോ സൈനൈഡ് കലക്കി തരുന്നു നിങ്ങൾക്ക്. ഈ കോഴിക്കുഞ്ഞിനെ ഞാനിന്ന്. ദേ നന്ദേട്ടാ, മര്യാദക്ക് വരുന്ന ആർക്കാണെങ്കിലും ഇവളെ കെട്ടിച്ചു കിട്ടോ. ഇല്ലേ ഇവൾ ഈ വീട് കുട്ടിച്ചോറാക്കും. ആഹാ, അങ്ങനെ ഞാൻ പോകുന്നു വിചാരിക്കണ്ട. അങ്ങനെ തന്നെ ഞാൻ പോവാണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ചോര ഊറ്റി കുടിച്ചിട്ട് ഞാൻ പോവുള്ളൂ. എന്റെ ഭഗവതി, ഇതെന്റെ മോളാണോ അതോ കള്ളിയങ്കാട്ട് നീലിയാണോ? മതി മാളു, നീ പോയി ഫ്രഷ് ആവാൻ നോക്ക്. പിന്നെ മനുവിന്റെ റൂമില്ലേ, അതിലാരും ഇല്ലല്ലോ. തൽക്കാലം കൊച്ചിന് ആ റൂം കാണിച്ചു കൊടുക്ക്. രണ്ടുപേരും പോയി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഗീതേ, നീ അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. അയ്യോ, തന്ത സീരിയസ് ആയി. കാവേരി വാ, ഞാൻ നിനക്ക് വെള്ളം എടുത്തുതരാം. നമുക്ക് റൂമിൽ പോവാ, വാ. അല്ല ഗീതേ, ആ കൊച്ചു ആരാന്ന് പോലും അറിയാതെ ഇങ്ങനെ നിർത്തുന്നത് ശരിയാണോ?
നാളെ അതിനെ തപ്പി ആരെങ്കിലും കയറി വന്നാ നമുക്ക് പ്രശ്നമാവോ? ഒന്ന് പോയേ നന്ദേട്ടാ. ആ കൊച്ചല്ലേ പറഞ്ഞത് അവക്ക് ആരും ഇല്ലാന്ന്. ഉണ്ടായിരുന്ന ഏട്ടനെയോ അവന്മാരെ കൊന്നു. ഇനിയിപ്പോ അവക്ക് ഇവിടുന്ന് പോവാൻ എങ്ങോട്ടും ഇല്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ദിവസം തൽക്കാലം നമ്മുടെ കൂടെ നിൽക്കട്ടെ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്താ കൊച്ചിന്റെ പേര് പറഞ്ഞ ആ വൃന്ദയോ അവരുടെ പാരന്റ്സിനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കേ. ആ കൊച്ചിനെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗീതേ. അത് പിന്നെ നന്ദേട്ടാ, ഒന്നില്ലേലും നമ്മുടെ മനുവിന് കല്യാണപ്രായമായി വരുമല്ലേ. എന്തായാലും കേറി വന്ന മഹാലക്ഷ്മിയല്ലേ, കാലുകൊണ്ട് തട്ടിക്കളയണോ? നമുക്കങ്ങ് ചേർത്ത് നിർത്താണേ. മനുവിന് നല്ല ചേരുവള്, എന്തു സുന്ദരിയാന്ന് കണ്ടില്ലേ? ഹാ, ആ കൊച്ചി ഇവിടെ കയറി വന്നപ്പോഴേ കാള കയറെടുക്കുന്ന കണ്ടപ്പോ തന്നെ തോന്നി നീ അങ്ങോട്ടുള്ള ചായ്വാണെന്ന്. എന്റെ പൊന്നു ഗീതേ, ആ കൊച്ചിനെ വെറുതെ വിട്. അവളൊരു പാവ. വെറുതെ ആ രാക്ഷസിന്റെ തലയെ കെട്ടിവെക്കല്ലേ. ഒന്ന് പോ മനുഷ്യ. ഒന്നില്ലേലും നിങ്ങളുടെ സ്വന്തം മോനല്ലേ. അവന് നമ്മളോ ഇവിടെ ഉണ്ടെന്നുള്ളൊരു ബോധമില്ല. പക്ഷെ ഒരു കല്യാണമൊക്കെ കഴിയുമ്പോൾ അവൻ ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ. അതിന് എത്രയും പെട്ടെന്ന് അവൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. എന്തുവാ ഗീത ഇത്? ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാൻ അത് വല്ല മെഷീനാണോ? ആ, മെഷീൻ ആയാലും കുന്തു ആയാലും ശരി, എത്രയും പെട്ടെന്ന് അവനെ ഇങ്ങോട്ട് വരുത്തിക്കണം. രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് കെട്ടിക്കണം. ഐ മീൻ അങ്ങനെയല്ല, പക്ഷെ കൊച്ചിന് ഞാൻ എന്തായാലും വിട്ടു കളയാൻ പോകുന്നില്ല. ഞാനേ അവർക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കട്ടെ കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളും വാ. എനിക്ക് അടുക്കളയിൽ കുറച്ച് ഹെൽപ്പ് വേണം. അതെ, ഇവിടുത്തെ ഗൃഹനാഥൻ ഞാനാണോ നീയാണോ? ആ, തൽക്കാലം ഇപ്പൊ ഇവിടെ ഗൃഹനാഥി മതി. ഇങ്ങോട്ട് വാ. ആ, നീ ഈ റൂം എടുത്തോ. ഇത് എൻ്റെ ഏട്ടൻ്റെ റൂമാ. ഏട്ടൻ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നീ ഇത് യൂസ് ചെയ്തോ. ഇവിടെ മൊത്തം 4 റൂമാ. ഒന്ന് അച്ഛനമ്മയ്ക്കും, ഒന്ന് എനിക്ക്, ഒന്ന് ഏട്ടൻ്റെ. വേറൊന്ന് ഉപയോഗിക്കാത്തതുകൊണ്ട് അതിനകത്ത് പഴയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുക. ക്ലീൻ ഒന്നും ആക്കിയിട്ടില്ല. ഇപ്പം തൽക്കാലം നീ ഇവിടെ സ്റ്റേ ചെയ്യാം. ചേട്ടൻ വന്നാൽ നീ എൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ. മാളു, അതാണോ നിന്റെ ചേട്ടൻ? ആ, അതാണ് എൻ്റെ ഏട്ടൻ, മാനവ് നന്ദൻ. ആളെ വലിയൊരു മ്യൂസിക് പ്രൊഡ്യൂസറും പാട്ടുകാരനൊക്കെയാ. നീ കേട്ടിട്ടുണ്ടോ? ഞാൻ പിന്നെ ഒരിക്കൽ നിനക്ക് എല്ലാ പാട്ടും കേൾപ്പിച്ചു തരാം. ഇപ്പോൾ പോയി റെസ്റ്റ് എടുത്തോ. ആഹാ, പാട്ടുകാരനാ? എനിക്ക് പാട്ട് കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ഏട്ടൻ ഈ ഇടയ്ക്ക് ഇറക്കിയ എല്ലാ പാട്ടും 1 ഹിറ്റാ. സത്യം പറയല്ലോ കാവരി, അവനെൻ്റെ ഏട്ടനാൻ വെച്ച് ഞാൻ പുകഴ്ത്തി പറയില്ല. എന്നാലും അവൻ്റെ പാട്ടെല്ലാം സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറാണ്. ആഹാ, മോള് ഫ്രഷ് ആയോ? എന്നാ പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ മേലായിരുന്നോ? വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇല്ല ആൻറ്റി, എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ അതുകൊണ്ടാണ് വന്നത്. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? അയ്യോ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്തോളാം. പിന്നെ ആൻറ്റിയെ വിളി, അത് വേണ്ട. നീ ഞാൻ അമ്മാന്ന് വിളിച്ചാൽ മതി. അല്ല, ഞാനെങ്ങനെയാ അമ്മ എന്നൊക്കെ? ഓ പിന്നെ, 2 എണ്ണത്തിൻ്റെ കൂടെ ഒരാളും കൂടി എന്നെ കയറി അമ്മാന്ന് വിളിച്ചു എന്ന് വെച്ച് എൻ്റെ സൗന്ദര്യം കുറഞ്ഞു പോകാനൊന്നും പോകുന്നില്ല. സോ നീ എന്നെ അമ്മാന്ന് വിളിച്ചാൽ മതി. ഓക്കെ അമ്മ. അച്ഛൻ എന്തിയെ? ഓ, രാവിലെ നടക്കാനാന്നും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പുറത്തെ ലൈനിലെ വല്ല സുശീലിനെയും വായി നോക്കി നിൽപ്പുണ്ടാവും. അമ്മേ, പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീ. പൂമുഖത്താരടി നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വന്ന് വേണ എടുത്ത് കുടിക്കടി. ഓ, ഈ തലേനം കൊണ്ട് എന്തൊരു പ്രശ്നം. ആരെനിക്ക് അവിടെ നിന്ന്. അമ്മ പറഞ്ഞത് ശരിയാ. ഇവള് ശരിക്കും ഒരു ആൺകുട്ടിയാന്നാ തോന്നണേ. എന്ത് കോലവാ ഇത്. നീ നോക്കണ്ട മോളെ, അവൾ അങ്ങനത്തെ ഇടും. അല്ല, നിന്റെ കയ്യിൽ ഈ ചുരിദാറല്ലാതെ വേറൊന്നും ഇല്ലേ? അത് ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല. എനിക്ക് ചുരിദാറൊക്കെയാ താല്പര്യം. അത് ഞാൻ മാറ്റിത്തരാം. അയ്യോ, എനിക്കൊന്നും വാങ്ങുമൊന്നും വേണ്ട. എനിക്ക് ഇതന്നെ മതി. അത് നീ പറയണ്ട. നമ്മളിന്ന് ഉച്ചയൊക്കെ ആവുമ്പോൾ ഒന്ന് ഫ്രഷായി റെസ്റ്റൊക്കെ എടുത്ത് ഷോപ്പിംഗ് പോയി നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഞാൻ നിനക്ക് വാങ്ങിത്തരാം. നീ അത് ഇടും. എന്തിനാ എനിക്ക് വേണ്ടി ആവശ്യമില്ലാതെ ഇങ്ങനെ കാശൊക്കെ കളയുന്നേ? വേണ്ട നീ.
ആടി 2-3 ഡ്രസ്സ് വാങ്ങിയും വെച്ച് ഞങ്ങള് പിച്ചക്കാരാവാൻ പോവല്ലേ. മിണ്ടാതിരിക്കും വെച്ച അവിടുന്ന്. ഗീതേ, എനിക്ക് ഒരു കാപ്പി എടുത്തേ. വന്നോ? ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് ലൈനിൽ കാണാൻ? ഓ, കുടുംബം കലക്കി. മിണ്ടാതിരി. അവളുടെ കയ്യിൽ നിന്ന് രാവിലെ കേൾക്കാൻ നിൽക്കണ്ട. ഈ ചെക്കന്റെ ഇപ്പോഴും ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരം തൊട്ട് വിളിക്കുക. ഇവൻ ഏത് കുണ്ടാമണ്ടത്തിൽ പോയി കിടക്കുക. എന്റെ പൊന്നമ്മേ, ഞാൻ ഏട്ടൻ വിളിച്ചപ്പോ പറഞ്ഞല്ലേ 2 ആഴ്ച കോൺസേർട്ട് ഉണ്ട്, ഏട്ടൻ ഇങ്ങോട്ട് വിളിക്കാം, അങ്ങോട്ട് വിളിച്ചാൽ കിട്ടില്ലാന്ന്. അവന് അല്ലെങ്കിൽ ഒരു 10-24 വയസ്സില്ലേ, അവനെന്താ അവന്റെ കാര്യം നോക്കാൻ അറിയത്തില്ല. അമ്മ എന്തിനാ ഇവിടെ കിടന്ന് ടെൻഷൻ ആവുന്നേ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടി. നീയും വലുതായി ഒരു തള്ളയാവുമല്ലോ, അപ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ ഒരു അമ്മയുടെ വേദന എന്താന്ന്. അതിന് ഞാൻ കെട്ടിയിട്ട് വേണ്ടേ? അപ്പൊ നീ കല്യാണം കഴിക്കില്ലേ? ചേച്ചി സന്യാസിനിയാവാൻ പോവാ? എന്തിന്? മടം പൊളിക്കാനോ? ഇവളൊക്കെ പോയി കഴിഞ്ഞാലേ അത് മുഴുവൻ പൊളിയും. മിണ്ടാതിരി കൊച്ചേ നീ. എന്റെ തള്ളേ, എന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ നിൽക്കരുത് നിങ്ങള്. ഓ, രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? രാവിലെ തുടങ്ങിക്കോളും ചലവില. എടി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടുത്തേ വേഗം. കണ്ണേട്ടാ, ഞാനിപ്പോ കേരളത്തിലാ, ആരുടെയോ വീട്ടിൽ. ഇവിടെയുള്ള എല്ലാവരും നല്ലവരാ. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലവർ. അമ്മയും അച്ഛനും മാളും എല്ലാവരും അവരുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. ഇന്നലെ നടന്നതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുത്തു മാളു. ഞാൻ ഇവരുമായിട്ട് കൂടുതൽ അടുക്കാതിരിക്കാൻ ശ്രമിക്കാം. നടക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ കണ്ണേട്ടാ, ഞാൻ ഇവരോട് എല്ലാവരോടും കള്ളം പറഞ്ഞു. വൃന്ദയുടെ വീട്ടിലേക്കാണ് വന്നതെന്ന്. അവളുടെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയാൻ പറ്റിയില്ല. ഞാൻ ഇവരോട് കള്ളം പറഞ്ഞു. പേഴ്സ് കള്ളം കൊണ്ടുപോയപ്പോൾ അതിനകത്ത് ഫോണും അഡ്രസ്സും പോയിന്ന്. എനിക്ക് വൃന്ദയുടെ വീട് എവിടെയാണെന്ന് ശരിക്കും അറിയില്ല. എനിക്കിവിടെ കുറച്ച് ദിവസം പിടിച്ചു നിൽക്കണം. അതിനുവേണ്ടി ഞാൻ കള്ളം പറഞ്ഞു. ഏതായാലും കള്ളൻ എൻ്റെ പേഴ്സ് കൊണ്ടത് നന്നായല്ലേ കണ്ടേട്ടാ? എനിക്ക് മാളൂനെ കാണാൻ പറ്റിയല്ലോ. ഇങ്ങനൊരു വീട്ടിലേക്ക് വരാനെങ്കിലും ഭാഗ്യം ഉണ്ടായല്ലോ. കുറച്ച് ദിവസം മാത്രം, അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടുന്ന് പോണം. പക്ഷെ കണ്ണേട്ടൻ പേടിക്കണ്ട. ഏട്ടൻ്റെ ആഗ്രഹം പോലെ ഞാൻ പഠിച്ച് വലിയ കുട്ടിയാവും. എന്നിട്ട് ഞാൻ അവന്മാർക്ക് തിരിച്ചു കൊടുക്കും. എൻ്റെ കണ്ണേട്ടനെ ഇല്ലാതാക്കിയതിനും എൻ്റെ ഏട്ടത്തിയുടെ ലൈഫ് നശിപ്പിച്ചതിനും അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. കണ്ണേട്ടാ, ഐ മിസ് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് അമ്മേ. മോളെ കാവേരി, നീ നേരത്തെ എഴുന്നേറ്റോ? ഞാൻ 7 മണിയാകുമ്പോഴേ എണീക്കത്തുള്ളൂ.
നീ എപ്പോഴാ ഉണർന്നേ? അതമ്മ അവിടെ ഇരിക്കുമ്പോൾ ഏട്ടൻ രാവിലെ തോട്ടത്തിലേക്കൊക്കെ പോകാൻ എണീക്കുവേ. അതുകൊണ്ട് 5 മണിക്ക് എണീച്ച് ശീലമായി. എനിക്കത് കഴിഞ്ഞ് ഉറക്കം വരികയില്ല. ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ ആരും എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് ചുമ്മാ അടുക്കളയിൽ കയറി. ഞാൻ അതേ കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്ന് കാവേരി, നിന്നോട് ആരാ അടുക്കളയിൽ കയറാൻ പറഞ്ഞേ? ഞാൻ ചെയ്യത്തില്ല. ഇങ്ങ് മാറിയേ, എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ. ദേ, നാളെ തൊട്ട് ഈ 5 മണിയൊന്നും വേണ്ട കേട്ടോ. ഞാനേ 7 മണിയാകുമ്പോഴേ എണീക്കുള്ളൂ. നീ അപ്പം എഴുന്നേറ്റാൽ മതി. ഓക്കെ അമ്മ. അപ്പം എപ്പോഴും എണീക്കുക? ഓ, അങ്ങേര് എണീക്കണമെങ്കിലേ 8 മണിയാവും. പിന്നെ മോളിൽ കിടന്നുറങ്ങുന്ന ആ സാധനം ഉണ്ടല്ലോ, അവൾ എണീക്കണമെങ്കിൽ പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടി വല്ലതും ആണെങ്കിലേ 12 മണിയാവും. 12 മണിവരെയൊക്കെ കിടന്നുറങ്ങുമോ? പിന്നെ അവക്കിതൊന്നും ചെറിയ കാര്യമേ അല്ല. മോളെ, നീ ഇന്നലെ കരയുന്നതും ഏട്ടനോട് സംസാരിക്കുന്നതൊക്കെ മുറി വഴി പാസ്സായപ്പോൾ ഞാൻ കേട്ടായിരുന്നു. നീ കള്ളം പറഞ്ഞതാണല്ലേ വൃന്ദയുടെ കാര്യം? അത് അമ്മ, ഞാൻ നോക്കുക കാവേരി, ഇത് നിനക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് ചാൻസാ. ഇത് മാക്സിമം യൂസ് ചെയ്യാം. നീ കള്ളം പറഞ്ഞൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇത് തന്നെ പറയുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരെയും നഷ്ടമാവുന്ന വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് എൻ്റെ ലൈഫിലേക്ക് നന്ദേട്ടം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്തേനെ. ഇന്ന് നീ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് ദയവായിട്ട് തന്ന ചാൻസാണ്. യൂസ് ചെയ്യാം. നിനക്ക് പറ്റുന്നിടത്തോളം കാലം പഠിക്കുക. പഠിപ്പിക്കാൻ ഞാൻ റെഡിയാണ്. നീ എൻ്റെ മോളാ. സോ സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. ഈ കരച്ചിലും പിടിച്ചിലൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ ആ കണ്ണ് തുടച്ചേ. ആരും കാണാതെന്നും ആരോടും ചൊല്ലാതെ കണ്ണാൽ കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു നാം. ഞാനും നീയും തേടും നാളെത്തും വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ നിന്നും. നിന്നാണം കാണാനായി, നിൻ കോപം വാടാനായി, എന്നാളും നിഴലായി തണലേകിടാമീ ജീവനും നിന്നോരം മാറാതെന്നും മായാതെ. കാണാക്കുയിലേ, കാണാക്കുയിലേ, കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ, കാണാക്കുയിലേ, നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. ഓരോ രാവും നീയൻ താരാട്ടായി മാറുമ്പോൾ, ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ, പോകും തെന്നൽ പോലും നിന്നീണം മൂളുമ്പോൾ, ഓരോ നാളും മെല്ലെ ഞാൻ മാറുമ്പോൾ താനേ നിൻ കാവൽ കണ്ണാകാം, നിന്നോമൽ കൂടേറാം, ഉള്ളാകെ പകരാം, പറയാക്കിനാവായി നീ വരൂ, നിന്നോരം മാറാതെ മായാതെ. കാണാക്കുയിലേ, കാണാക്കുയിലേ, കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ, കാണാക്കുയിലേ, നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. അമ്മേ, ഏട്ടന്റെ പുതിയ കവർ സോങ് ഇറങ്ങി. അച്ഛാ, കാവേരി, എടി ഓടി വാടി. എന്തിനാണ് ഈ കിടന്ന് തൊള്ള തുറക്കുന്നേ? ഏട്ടന്റെ പുതിയ കവർ സോങ് ഇറങ്ങിയിട്ടുണ്ട്. അവന് കവർ സോങ് ഇറക്കാൻ അറിയോ, ഒന്ന് വീട്ടിലേക്ക് വരാൻ അറിയത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ വന്ന് കേൾക്കുന്നതല്ലേ, ഞാൻ കേൾക്കാൻ പോവാ. വാ അച്ഛാ, വാ കാവേരി. பூவில் நாவிருந்தால் காற்று வாய் திறந்தால் காதல்
തമിഴറിന്താൽ അലൈ മൊഴിയറിന്താൽ നമ്മെ കവി എഴുതി വീസും வாழ்வோடு வளர்ப்பிறதானே வண்ண நிலவே நிலவே வானோடு நீலம் போலே இழைந்து கொண்டது இந்த உறவே உறங்காத நேரம் கூட உந்தன் கனவே கனவே உனோடு உயிரை போலே உறைந்து போனது நான் உறவே மறக்காது ஒன்றாகும் மறிக்காது என் தேகம் உனக்காக உயிர் வாழ்வேன் வா என் வாழ்வே வா மலர்களே மலர்களே இது என்ன கனவா மலைகளே മലകളെ ഇത് എന്നെ നിனைവാ. കേട്ടോ എന്ത് ഭംഗിയാ എൻ്റെ ഏട്ടൻ്റെ പാട്ട്. ഇതിനെയാണ് അമ്മ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. കാവേരി എങ്ങനെയുണ്ട്? നല്ല ഭംഗിയല്ലേ? ഓരോത്തിന് ഏട്ടൻ നല്ല ഹാൻസം ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്റ്റൈല് നല്ല ഭംഗിയുണ്ട്. എൻ്റെ കൊച്ചിന് കണ്ണ് തട്ടാതിരിക്കട്ടെ. നീ തന്നെയല്ലേ ഇന്നലെ അവനെ പ്രാക്കിക്കൊണ്ടിരുന്നേ? നിന്റെ കണ്ടു തന്നെ തട്ടും അവന് മിക്കവാറും. എടി കാവേരി, നീ എന്തൊന്നും മിണ്ടാത്തെ? ഏട്ടന്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്? ആ, നല്ല രസമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടുണ്ട്. എവിടുന്ന്? അവന്റെ പാട്ടൊക്കെ നീ കേൾക്കാറുണ്ടോ? ആ, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. എന്നാ ശരി, ഞാൻ റൂമിൽ പോവാണേ. ഇതൊക്കെ ഇതെന്ത് പറ്റി? ഡി, നിനക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേടി. ആ, പോവാ. ഞാൻ റെഡിയാകാൻ പോവാ. അയ്യേ, ഞാനപ്പോ ഇത്രയും കാലം സ്നേഹിച്ചുകൊണ്ടിരുന്നത് മാളൂന്റെ ഏട്ടനെയാണോ? ദൈവമേ, വന്ന് പെട്ടല്ലോ. കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. അയ്യോ, എന്ത് ഭംഗിയാ അയാളെ കാണാൻ. എനിക്കിഷ്ടപ്പെട്ടു. നോ കാവേരി, അങ്ങനെയൊന്നും വിചാരിക്കാനേ പാടില്ല. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാനേ പാടില്ല. നീ ഇവിടെ വന്നത് പഠിക്കാനാ. പഠിച്ചിട്ട് തിരിച്ച് നമുക്ക് തേനിയിലേക്ക് തന്നെ പോകണം. ഒന്നും മനസ്സിൽ വളർക്കാൻ പാടില്ല. എന്നാലും അയാളെ കാണാൻ എന്ത് ഭംഗിയാ. എടോ, താൻ ഒറ്റൊരുത്തന എല്ലാത്തിനും കാരണം. ആദ്യം സൗണ്ട് വെച്ച് എന്നെ മയക്കി. ഇപ്പതാ. അയ്യോ, എനിക്ക് വയ്യ. ഞാനിനി എങ്ങനെ ഇവിടെ കിടന്നുറങ്ങും? பார்வை வீசுவாள் உயிரின் கயிறில் அவளுமே செவ்விதழ் வருடும் போது தேக தங்கம் உருகுமே உலகின் ஓசை அடங்கும் போது உயிரின் ஓசை தொடங்குமே வானிலா நாடுமே உன்னுள்ளே திருமண கனவு கதில ஒரு விதமான மாற்றம் இல்ல இரவின உந்த மடிகளை தப்பட்டு தினமும் தர வேண்டின முத்தமம் இல்ல கட்டில தினம் கதகளியாட மயில் ஆடுது ஆண்மான் வாட மதி சாய்ந்தது മുന്ന നറുകളെ ഞാൻ ഇരിക്കയില്ല റമണി. ആടെ സഞ്ജു, ഞാൻ വീട്ടിലെത്തി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാനങ്ങ് സ്റ്റുഡിയോയിലേക്ക് വന്നേക്കാം. ഇവിടെ വന്ന് വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ബഹളമാക്കണ്ട. ഓക്കെടാ, താങ്ക് യു ഫോർ എവറിതിങ്. ഐ കോൾ യു ലേറ്റർ. ബൈ. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇവിടെ ആകെ മാറിപ്പോയല്ലോ. രാവിലെ മാളുവും ഗീതയും നന്ദനും എന്നെ കണ്ട് ഞെട്ടണം. അതുകൊണ്ട് ഒരു സർപ്രൈസ് കൊടുക്കാം. ദൈവമേ കാത്തവണേ, ഈ പൈപ്പിൻ്റെ മുഴുന്നങ്ങാണ്ട് താഴെ വീണാലേ നട്ടുകൂട്ടി. എല്ലാം നിന്റെ കയ്യിൽ. എത്ര കാലമായി എൻ്റെ റൂമൊക്കെ ഒന്ന് കണ്ടിട്ട്. രാവിലെ കോഫി ചോദിച്ച് താഴേക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ എല്ലാവരും ഞെട്ടണം. എവിടെ എൻ്റെ റൂം? ഐ എം കമ്മിങ് ഫോർ യു ബേബി. പെണ്ണാ? ഇതാരാ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്സരസോ? എന്ത് സുന്ദരിയാ.
വെയിറ്റ്, ഇതെന്റെ റൂമല്ലേ? എന്റെ റൂമിൽ പെണ്ണോ? ദൈവമേ, വീട് മാറിപ്പോയോ? ഹേയ്, ഇതെന്റെ വീട് തന്നെയല്ലേ? ഇനി ഞാനറിയാതെ അപ്പം വീട് വിറ്റോ? ഏയ്, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പൊ ഇവളാരാ? ഏയ് വിശ്വര, ഇവിടെ കള്ളിയോ? ഇത് ഇത്ര സുന്ദരിയായ കള്ളിയോ? കൊള്ളാലോ, കാണിച്ചു തരാടി. ഹലോ കുട്ടി, ഏയ് കുട്ടി, എണീക്കൂ കുട്ടി, ഒന്ന് കണ്ണു തുറക്കൂ. ഹലോ, ആരാ? ഇത് ഞാനാ, ഈ റൂമിന്റെ മുതലാളി. ഒന്ന് എണീക്കൂ കുട്ടി, കണ്ണു തുറക്കൂ. ദൈവമേ, ഇയാൾ ഇവിടെ വന്നോ? എനിക്ക് ഉറക്കത്തിൽ പോലും സമാധാനം തരില്ലടാ കാലമാടാ. ഞാൻ നിന്റെ സ്വപ്നത്തിലോ? എപ്പോഴും വരാറുണ്ടോ? എപ്പോഴും അല്ല, കുറച്ച് ദിവസമായിട്ട്. അല്ല, താനെങ്ങനെ എന്നോട് സംസാരിക്കുന്നേ? എന്നാലേ ഇന്ന് സ്വപ്നമല്ല. ഐ എം മാനവ് നന്ദൻ ആൻഡ് മേ ഐ നോ വാട്ട് യു ആർ ഡൂയിങ് ഇൻ മൈ റൂം? സ്വപ്നമല്ലേ മാളു? ഉണ്ടല്ലേ? മിണ്ടരുത്, ഞാൻ അതിനൊന്നും ചെയ്യില്ല. ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാ, പൊളിക്കരുത് പ്ലീസ്. സർപ്രൈസോ? കാവേരി, എടി എന്തു പറ്റി? ഡോറ് തുറന്നേ. അയ്യോ മാളു, ഞാൻ ഡോറ് തുറക്കാം. വേണ്ട, ഞാൻ തുറന്നോളാം. അയ്യോ, അപ്പൊ സർപ്രൈസ് പൊളിയില്ലേ? അത് സാരില്ല, അവളറിഞ്ഞാൽ കുഴപ്പമില്ല. ഗീതയെന്ന് എന്തിനും അറിയാതിരുന്നാൽ മതി. ഈ ഒച്ചയ്ക്ക് ചിലപ്പോൾ അവരെഴുന്നേറ്റ് വരും. മാറി, ഞാൻ തുറക്കാം. എടാ ഏട്ടൻ തണ്ടി, നീ എന്താ ഇവിടെ? അയ്യോ എന്റെ കാവേരി, മാറിക്കാൻ. എടി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ? ഇല്ല, എന്നെ എന്ത് ചെയ്യാനാ? എടി എടി എടി, ഞാനേ ലോക പ്രശസ്തനായ ഒരു മ്യൂസീഷ്യനാണ്, അല്ലാതെ റേപ്പിസ്റ്റ് അല്ല. അല്ല പിന്നെ? നീ എന്താ ഇവിടെ? അത് ഈ നട്ടപ്പാതിരാക്കി ഈ റൂമിനകത്ത്? പിന്നെ എന്റെ റൂമിനകത്ത് ഞാനല്ലാതെ നിന്നെ കെട്ടിയോനുണ്ടാവുമോ? അല്ല പിന്നെ, ഇത് നല്ല കൂട്ട്. ഒരു സർപ്രൈസ് കൊടുക്കാലോ എന്ന് വിചാരിച്ച് വന്നപ്പോഴേക്കും നീ എന്തിനാ ഇത്ര പ്രശ്നമാക്കുന്നേ? നീ കൊറേ സർപ്രൈസ് ഉണ്ടാക്കിയേനെ. ഇതെങ്ങനെ അച്ഛനും അമ്മയും അറിഞ്ഞ നിന്നെതാ ഹോസ്പിറ്റലിൽ കെട്ടിത്തൂക്കേണ്ടി വരും. ഷെടാ, ഞാൻ ഈ കൊച്ചിനൊന്നും ചെയ്തില്ലല്ലോ. ബൈ ദ വേ, ഈ കാവേരി ആരാണ്? അതൊക്കെ ഞാൻ നാളെ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നീ ഇപ്പൊ കയറി കിടക്കാൻ നോക്കുക, നല്ല ടയേർഡ് ആയിരിക്കില്ല. കാവേരി, നീ എന്റെ റൂമിൽ കിടന്നാൽ മതി.